ഇപ്പോഴത്തെ യുവജനങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു BJP എന്ന സംഘടനയോട് ആകൃഷ്ടരാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പണ്ടിങ്ങനെ ആയതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഈ ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സൈബർ ബുള്ളിങ്ങിനും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിനും കണക്കില്ലായിരുന്നു. നാട്ടിൽ കണ്ടുവന്നിട്ടുള്ള BJPയുടെ ഒരു മാറ്റത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയുടെ സാരാംശം ഉൾക്കൊള്ളാതെ എന്നെ കുറ്റപ്പെടുത്താനും എന്നെ വിമർശിക്കാനും എന്റെ വായ് മൂടി കെട്ടാനുമാണ് കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ഷന്റെ റിസൾട്ട് ഇന്നായിരുന്നു. ഇന്നത്തെ ദിവസം രാവിലെ വരെ എനിക്ക് വന്നിട്ടുള്ള കമന്റുകൾ അത്തരത്തിലുള്ള തന്നെയായിരുന്നു. അപ്പൊ ഇപ്പം കേരളം കണ്ടിരിക്കുകയാണ്, BJP വളരുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നിപ്പോ ഇലക്ഷന്റെ വിധി വന്നപ്പോ കണ്ടിട്ടുള്ളത്. BJPയുടെ ഒരു മാറ്റത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ എന്നെ സൈബർ ബുള്ളിങ് ചെയ്യാനും എന്നെ തെറി വിളിക്കാനും എനിക്കെതിരെ കമന്റുകൾ ഇടാനും എനിക്കെതിരെ മെസ്സേജുകൾ അയക്കാനും ഒക്കെയുള്ള തിരക്കിലായിരുന്നു നിങ്ങൾ. അന്ന് എന്റെ വായു മൂടിക്കെട്ടാൻ വന്നവര് ഇപ്പൊ കണ്ണ് നിറച്ച് കാണുക. അല്ല, തിരുവനന്തപുരത്ത് NDAക്ക് ഉണ്ടായ മുന്നേറ്റം, അവരുടെ വിജയവും വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ വിശദമായി തന്നെ പരിശോധിച്ച് പറയേണ്ട കാര്യവും NDAയുടെയും BJPയുടെയും മുന്നേറ്റത്തെ അവിടെ ചെറുക്കാനുള്ള പദ്ധതി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIM പ്രത്യേകമായി ആലോചിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയം വേണ്ട. പരാജയത്തിൽ പതറിപ്പോവുകയല്ല, മറിച്ച് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് അവിടെ BJPയുടെ വളർച്ച, അപകടകരമായ BJPയുടെ വളരുന്ന ട്രെൻഡിനെ എങ്ങനെയാണ് തടയേണ്ടതെന്ന് പരിശോധിക്കും. ഒന്ന്, ഇടതുപക്ഷ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ തന്നെ ഈ ഒരു മാറ്റത്തെ ഗൗരവമായി കാണുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സോ ഒരു വ്ളോഗർ എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മുൻകൂട്ടിയാണ് ഞാൻ എന്റെ വീഡിയോ കാണുന്നവരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഗൗരവമായി അതിനെ കാണേണ്ടവർ അതിനെ ഗൗരവമായി തന്നെ കണ്ടിട്ടുണ്ട്. സംസാരിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവത്തെ തിരിച്ചറിയുക, മാറ്റങ്ങൾ എവിടെയാണ് വരുത്തേണ്ടതെന്ന് കണ്ടെത്തുക, എന്നിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കുക.